ഞങ്ങളുടെ ടീം UDFന് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ വിജയം സാധ്യമാക്കി തീർത്ത UDF നേതാക്കൾക്കും 10,000 വരുന്ന UDF പ്രവർത്തകർക്കും ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു. കേരളത്തിലുടനീളം ശക്തമായ പ്രചരണം നടത്തിയ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയ്ക്കും ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കും മറ്റ് AICC നേതാക്കൾക്കും ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും ഒരു വാക്ക് നൽകിയിരുന്നു. കേരളത്തിലെ UDFനെ തിളക്കമാർന്ന വിജയത്തോടുകൂടി തിരിച്ചു കൊണ്ടുവരുമെന്ന്. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിന്റെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇത്രയും വലിയ ഉജ്ജ്വലമായ വിജയം ടീം UDFന് സമ്മാനിച്ചത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ഒരു കുടുംബമായി, ടീം UDF ഫാമിലിയായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. നേതാക്കളും പ്രവർത്തകരും എല്ലാവരും. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിനുള്ള ഒരു മാതൃകയാണ് കേരളത്തിലെ ടീം UDF എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കേരളത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മുടെ രാജ്യത്തോട്. നമ്മുടെ കേരളം മതേതര കേരളമാണ് എന്ന് രാജ്യത്തോട് മലയാളികൾ നടത്തിയ പ്രഖ്യാപനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു വർഗീയവാദത്തിന്റെയും മുന്നിൽ കീഴടങ്ങാതെ എല്ലാ വർഗീയവാദത്തിനുമെതിരായ ശക്തമായ സെക്യുലർ നിലപാടെടുത്തതിന്റെ അംഗീകാരം കൂടിയാണ് തന്നിരിക്കുന്നത്. എനിക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളും ചെറുപ്പക്കാരും UDFനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷയാണ്, ചെറുപ്പക്കാരുടെ പ്രതീക്ഷയാണ് ഇനി UDF. ഞങ്ങൾ പുതുയുഗ യാത്രയിൽ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ഒരു പുതുയുഗം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു ഭരണമുണ്ടാകും കേരളത്തിൽ. നമ്മുടെ സംസ്ഥാനത്തിന്റെ, ഈ രാജ്യത്തെ 1ാം സ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായി UDF മുന്നോട്ട് പോകും. ഒരുമിച്ച് മുന്നോട്ട് പോകും. ജനങ്ങൾ നൽകിയ ഈ വലിയ അംഗീകാരം അത് മറക്കാൻ ഒരിക്കലും കഴിയില്ല. അത് അവരുടെ പ്രതീക്ഷയും അവരുടെ സ്വപ്നവുമാണ്. അതിനെ ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും. ഞാൻ കരുതുന്നു കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ജാതിമത ചിന്തകളില്ലാതെ UDFനെ സഹായിച്ചു. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും, നമ്മൾ മലബാറെന്നും കൊച്ചിയെന്നും തിരുവിതാംകൂറെന്നും ഒക്കെ ഇപ്പോഴും വേർതിരിച്ച് സാധാരണ പറയാറുള്ള ഈ കേരളത്തിലെ എല്ലാ പ്രദേശത്തും വലിയ വിജയമാണ് ഉണ്ടായത്. ജാതി മതത്തിന് അപ്പുറത്തായി, സ്ഥലങ്ങളുടെ പ്രത്യേകതയ്ക്ക് അപ്പുറമായി ഉള്ള വലിയ വിജയം, കേരളത്തിലെ എല്ലാ ജനങ്ങളും നൽകിയ വലിയ വിജയമാണ് UDFനുണ്ടായിരിക്കുന്നത്. തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ആ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഞാൻ കരുതുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളായി CPMന് വോട്ട് ചെയ്യുന്നവർ, ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അവരോടെല്ലാം നന്ദി പറയുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെടണമെന്നും UDF വിജയിക്കണമെന്നും ആഗ്രഹിച്ചവർ UDF കുടുംബത്തിലല്ലാത്ത പുറത്തു നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് CPM കോട്ടകൾ വരെ പൊളിച്ചടുക്കാൻ കഴിഞ്ഞ ഈ വിജയം ജനങ്ങൾ സമ്മാനിച്ചത്. CPMന്റെ ഏറ്റവും വലിയ കോട്ടകൾ വരെ ഇളകി വീണ ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിന്റെ ഈ തീരുമാനം, ആ തീരുമാനമാണ് സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനം. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിജയം ഉണ്ടാകാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം ഞങ്ങളുടെ UDFനുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കും. ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ, പുതിയുഗ യാത്രയിൽ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചോളാൻ പറഞ്ഞു, ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നപ്പോ പറഞ്ഞു അവര് നമുക്ക് വോട്ട് ചെയ്യാൻ പോണെന്ന്. ഉത്തമ കമ്മ്യൂണിസ്റ്റ്, ഉത്തമ കമ്മ്യൂണിസ്റ്റുകാർ. പിന്നെ ഇടതുപക്ഷ സഹയാത്രികരായി 3-4 പതിറ്റാണ്ടുകളായി കേരളത്തിൽ സഞ്ചരിച്ചവർ. ഞാൻ പറഞ്ഞല്ലോ, അവര് തീവ്ര വലതുപക്ഷമാണ്. ഞങ്ങളാണ് നെഹ്റുവിയൻ ഇടതുപക്ഷം എന്ന് ഞങ്ങൾ കേരളത്തോട് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു, ആ വാക്കുകളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു. ഞങ്ങളുടെ വാക്കുകൾക്ക് വിശ്വാസ്യതയുണ്ടായി. ഞങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ചതിനുള്ള നന്ദി കൂടിയാണ്
ഞാനിവിടെ പ്രകാശിപ്പിക്കുന്നത്. എല്ലാ വാക്കുകളും അവർ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ അതിശക്തമായ നിലപാട്, പുതിയ കേരളത്തെക്കുറിച്ചുള്ള, പുതുയുഗത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ പദ്ധതികൾ, ഞങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത ജോലി ഞങ്ങൾ ചെയ്തത്. എന്താ ചെയ്തത്? എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാകണം, ബദൽ ഉണ്ടാകണം എന്ന് കരുതി ആരോഗ്യ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെല്ലാം ഞങ്ങൾ പഠനം നടത്തി, ഗൃഹപാഠം ചെയ്തു. എന്നിട്ട് തയ്യാറാക്കിയ പദ്ധതികളാണ് പുതുയുഗ യാത്രയിൽ. ന്യൂ ഈറയാണ്, പുതിയ യുഗമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അത് ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. എനിക്ക് അഭിമാനമുണ്ട്, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഹർത്താലും ബന്ധും പോലും നടത്താതെയാണ് ഈ പ്രതിപക്ഷം ഈ വിജയം നേടിയെടുത്തത്. ഒരു ഹർത്താലും ബന്ധം നടത്താതെ. ഇത് നമ്മുടെ പുതിയ കേരളമാണ് എന്ന് കേരളത്തിന് പുറത്തേക്കുള്ള ഒരു സന്ദേശം കൊടുക്കാൻ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ടും ഞങ്ങൾ ശ്രമിച്ചു. ഞാനൊരു ജോൺ ഇരിക്കുന്നുണ്ട് അടുത്ത്, എന്നാലും ഞാൻ പറയാം, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിനേക്കാളേറെ ഒരു വലിയ സന്തോഷമുണ്ട്. കേരള ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങിച്ചെടുത്ത തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ചരിത്രത്തിൽ 62 ഉള്ളു. 2001 60 സീറ്റ് അല്ലെ, 77 38 സീറ്റുകൾ, 2011 ജയിച്ചപ്പോൾ 38 സീറ്റുകൾ. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് കേരള ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ. അതിൽ മാത്രമേ എന്റെ ചെറിയ കണക്ക് തെറ്റിയുള്ളൂ. 1 ഡസൻ മന്ത്രിമാർ തോക്കുമെന്നിട്ട് അതിൽ കൂടുതൽ മന്ത്രിമാർ തോറ്റു. ചെറുതായിട്ട് എന്റെ കണക്ക് തെറ്റി. ഞാൻ 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോ എന്നെ ഒരുപാട് പേര് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കണക്ക് പറഞ്ഞത് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, നിങ്ങൾ കണ്ട പ്രവർത്തനങ്ങൾ, അത് കൂടാതെ ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ ഒരു പ്രവർത്തനങ്ങളുണ്ടായി. 2001 ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തി. 2001 കിട്ടിയ ഉജ്ജ്വലമായ വിജയം പിന്നെ 2004 പോലും ഇല്ല. 2011 ജയിച്ചെങ്കിലും 72 സീറ്റോടുകൂടിയാണ് ജയിച്ചത്. UDFന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് ശക്തികൾ, ഒരുപാട് ഗ്രൂപ്പുകൾ, സോഷ്യൽ ഗ്രൂപ്പുകൾ UDFനെ വിട്ടുപോയി. ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ പ്രവർത്തനത്തിലൂടെ അവരെ എല്ലാവരെയും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. കുറച്ചുപേരും കൂടെ ഉണ്ട്, മുഴുവനായില്ല, ഒരു 90% ആയില്ല. ഞാൻ 100 ടാർഗറ്റ് ചെയ്തിട്ട് 90 ആയില്ല, കുറച്ചുപേരും കൂടെ ഉണ്ട്. അവരുകൂടി UDFലേക്ക് വരും. പുതിയ തലമുറ UDFന്റെ കൂടെ നിൽക്കും. ഇനി ഞാനതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അത് പറവൂരിലെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്കറിയാലോ, ഞാൻ എന്റെ ഇത്രയും വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പിനിടയിൽ ഞാൻ 3-4 ദിവസം മാത്രമാണ് പറവൂരിൽ നിന്നത്. എല്ലാവരും പറയും എന്നെ പൂട്ടിയിടുമെന്ന് പറഞ്ഞു. പറവൂര് അവിടെ പൂട്ടിയിടും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന്. പക്ഷെ പൂട്ടിയിടപ്പെട്ടത് മന്ത്രിമാരാ. ഈ തോറ്റ മന്ത്രിമാർ ആരും അവരുടെ നിയോജകമണ്ഡലത്തിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. ജയിച്ചവരും മുഖ്യമന്ത്രി മാത്രമേ പോയിട്ടുള്ളൂ. അവരെ പൂട്ടിയിട്ടത് ഞങ്ങളാണ്, അവരവരുടെ മണ്ഡലത്തിൽ. എന്തുമാത്രം വിസ്മയങ്ങൾ ഉണ്ടായി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഞങ്ങൾ തന്നെ അവസാനിപ്പിച്ചാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പോ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയും ഇനി വേണ്ടെന്ന് പറയും. ഇപ്പൊ അമ്പലപ്പുഴയിൽ ഒരു വിസ്മയം ഉണ്ടായില്ലേ, തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിസ്മയം നടന്നില്ലേ. തളിപ്പറമ്പിലും പയ്യന്നൂരും ഒക്കെ നിങ്ങളോടൊരു 3 മാസം മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് 1 വർഷമായിട്ട് അറിയാം. ഞാൻ എന്ന് മുതലാണ് വിസ്മയം എന്ന് പറഞ്ഞത് അന്ന് മുതൽ ഞങ്ങൾക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം. കണ്ണൂരിലെ ജനത എങ്ങനെയാണ് പ്രതികരിച്ചത്, കേരളത്തിലുടനീളം അതുകൊണ്ട് കണ്ണൂരിൽ അത് എവിഡന്റായി അല്ലേ. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പോലുള്ള ഒരാളെ ഞങ്ങൾ ഹൃദയപൂർവ്വമാണ് സ്വീകരിച്ചത്, വളരെ അഭിമാനത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എത്ര വലിയ വിജയമാണ് അദ്ദേഹം നേടിയത്. അല്ല, അത് അവരുടെ തീരുമാനമാണ്. നമ്മൾ പറയില്ല, അവരൊരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവരിങ്ങോട്ട് വരാൻ പോവാണെന്ന്. ഞങ്ങൾ രാഷ്ട്രീയ മര്യാദകൾ കാണിച്ചിട്ടുണ്ട് ഇല്ലേ. അവരപ്പുറത്തൊരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അവരുടെ വിശ്വാസ്യതയെ തടസ്സപ്പെടുത്തുന്ന ഒന്നും നിന്നിട്ടില്ല. അത് അവരുടെ തീരുമാനമാണ്.
UDF-ലേക്ക് വരണോ വേണ്ടതെന്ന് ഞങ്ങളുടെ വാതിൽ തുറന്നാണ് വെച്ചിരുന്നത്. പക്ഷെ അവർ വന്നില്ല. അത് അവരുടെ രാഷ്ട്രീയ തീരുമാനം. അതല്ല, അതൊക്കെ പിന്നീട് UDF ഒക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പൊ അതൊന്നും ഒരു പ്രയോറിറ്റികളിൽ ഇല്ലല്ലോ, മുൻഗണനയിൽ അതൊന്നും ഇല്ല. മാത്രമല്ല, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസ് 8-7 സീറ്റും ജയിച്ചു ഇല്ലേ. അനൂപ് ജേക്കബ് ജയിച്ചത് 45,000 വോട്ടിനാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബ് ജയിച്ചത് അല്ലേ. അപ്പൊ ഞങ്ങൾ ഘടകകക്ഷിയല്ലേ. ലീഗ് എത്ര സീറ്റാണ് ജയിച്ചത്? ഞങ്ങൾ ഘടകകക്ഷികളൊക്കെ ചേർത്ത് പിടിച്ചു. ഘടകകക്ഷി എന്നൊന്നും ഇനി പറയാൻ ആരും സമ്മതിക്കില്ല. ഞാൻ തന്നെ ഇപ്പൊ ഏതെങ്കിലും യോഗത്തിൽ പോയി UDF എന്ന് പറഞ്ഞപ്പോൾ ചൂടാവുകയാണ്. സാർ ടീം UDF എന്ന് പറയാനാണ്. ഞാൻ ടീം UDF എന്ന് പറഞ്ഞത് നിലമ്പൂർ ഇലക്ഷന് ശേഷമാണ്. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാക്കും. ടീം UDF എന്ന് പറഞ്ഞിട്ടുള്ളത്, 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, സെക്യുലർ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്, വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞതെല്ലാം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തില്ല. വേണ്ടാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് പരിഹസിക്കപ്പെട്ടു. സാരമില്ല, അത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അതൊക്കെ ഉണ്ടാവും. എനിക്കതിൽ സങ്കടമൊന്നുമില്ല. കൊല്ലം പോലെയുള്ള പാർട്ടിക്ക് വലിയ അടിത്തറയും യുവജന പിന്തുണയ്ക്കുള്ള ആ 2 ജില്ലകളിലും ഉണ്ടായിട്ടുള്ള വലിയ തോൽവി ഈ കണക്കുകൾ പറഞ്ഞുള്ള നേരിടുന്നത് അതറിയില്ല. അവരുടെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റെന്നവരെ ബോധ്യപ്പെടുത്താൻ ഭയങ്കര പാടാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ല. ഈ തോൽവിക്ക് ശേഷവും അത് അന്ന് ഉപയോഗിച്ച ഒരു വാചകമാണ് അല്ലേ, ശരിയല്ലേ? അപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിലമ്പൂരത്ത് ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട്. അല്ല, അതിപ്പോ BJP ജയിച്ചു. അവരൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ. അവര് പറഞ്ഞ അതൊന്നും അല്ലല്ലോ. അവരിവിടെ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നല്ലേ പറഞ്ഞത്. അവർക്ക് നേരത്തെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, ഒന്നിലധികം സീറ്റ് കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഇവര് തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു. അല്ല, ഇവര് തമ്മിലൊരു ഡീലുണ്ടായിരുന്നു. പക്ഷെ ആ ഡീല് അവരുടെ താഴെയുള്ള അണികൾ പൊളിച്ചു കൊടുത്തു. ആ ഡീല് ഞങ്ങൾ പുറത്തു പറഞ്ഞത് ഞങ്ങൾ ബുദ്ധിപൂർവ്വം പറഞ്ഞാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ അജണ്ടയാക്കിയല്ലോ അത്. CPM BJP ഡീല് ഞങ്ങൾ അജണ്ടയാക്കിയത് വെറുതെ അല്ല. അത് മുകളിലെ നേതാക്കന്മാർ തമ്മിലുള്ള ഡീലാണ്. താഴെയുള്ള അവരുടെ അണികള് അത് പ്രാവർത്തികമാക്കാൻ സമ്മതിക്കരുതെന്ന് വിചാരിച്ചാണ് ഞങ്ങളത് ഡീലാക്കിയത്. ഞങ്ങളത് അജണ്ടയിൽ, തെരഞ്ഞെടുപ്പ് അജണ്ടയിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ ഇങ്ങനെ അതൊക്കെ ഓരോ തരംഗമല്ലേ, ഓരോ ഇതല്ലേ, ഓരോ സീറ്റുകളിലുള്ള ഓരോ ഇതല്ലേ. LDF-ന്റെ സീറ്റല്ലേ തോറ്റത്? ഇല്ല, എല്ലാ സീറ്റും LDF-ന്റെ സിറ്റിംഗ് സീറ്റല്ലേ. ഞങ്ങളതൊക്കെ 3ാമത്തെ സ്ഥാനത്തല്ലായിരുന്നു അവിടെ നേരത്തെയും. അല്ല അത് അല്ല, അങ്ങനെയല്ല. അത് ഒരു ഞാനത് അങ്ങനെ പറഞ്ഞതല്ല. ഞാനത് ഒരു അഹങ്കാരത്തിന്റെ ഭാഷയിലൊന്നും അങ്ങനെ പറഞ്ഞതല്ല. ഒരു അരാഷ്ട്രീയവാദമാണെന്നൊക്കെ പറഞ്ഞു കുറെ പേര്. ഇങ്ങോട്ട് ചോദിച്ചു, വെല്ലുവിളിച്ചു, ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു. ഞാൻ പറഞ്ഞു, ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു, ജയിച്ചില്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്നു. നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു. ഞാൻ ഇവിടെ വന്നിരുന്ന് ഉജ്ജ്വലമായ വിജയം, കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഉജ്ജ്വലമായ വിജയം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നേടി ഇവിടെ വന്നിരുന്നപ്പോഴും നിങ്ങൾ ചോദിച്ചു, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? അവസാനത്തെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി എന്റെ ജീവിതത്തിലെ, രാഷ്ട്രീയ ജീവിതത്തിലെ. നിങ്ങളോട് പറഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞു രാഷ്ട്രീയത്തിൽ അല്ലെ, പറഞ്ഞില്ലേ? ഇതേ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അന്ന് നിങ്ങൾ ചോദിച്ചു, ജയിച്ചിട്ട് വന്നപ്പോഴും ചോദിച്ചു നിങ്ങൾ. നമ്മൾ പറഞ്ഞു അതൊരു തീരുമാനമാണ്. കാരണം ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമല്ലേ, നമ്മളെ ഏൽപ്പിച്ചതല്ലേ കോൺഗ്രസ് നേതൃത്വം. നമ്മളെ പ്രതീക്ഷ അർപ്പിച്ച് നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ്. നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പ്രതിപക്ഷ നേതാവായി മാഡം സോണിയാഗാന്ധിയെ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, ഞാൻ എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ വാക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡത്തിന്റെ വാക്ക് ഞങ്ങൾ അത് കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ മറുപടി പറഞ്ഞു. എനിക്ക് അഭിമാനത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി എന്നോട് ഇടപെട്ടിട്ടുള്ള ആളാണ് മാഡം സോണിയാഗാന്ധി. അവരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റി. ഒറ്റയ്ക്കല്ല, ടീമായിട്ടാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആ ടീം ബിൽഡ് ചെയ്യാൻ പറ്റി. അതിന്റെ ഏകോപനം നടത്താൻ പറ്റിയെന്നുള്ളത് മാത്രമാണ് എന്റെ റോള്. എന്റെ റോൾ അതാണ്. അതിൽ ഞാൻ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അത് എന്റെ പരാജയമാണ്. അതല്ലാതെ വ്യക്തിപരമായി ജയിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പരാജയപ്പെട്ട എന്റെ പരാജയം എന്ന് പറഞ്ഞതല്ല.
ഇത് ടീമിനെ ബിൽഡപ്പ് ചെയ്ത് ഒരു ലീഡർഷിപ്പ് നിൽക്കുകയല്ലേ യു ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനം എന്ന് പറയുന്നതല്ലേ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം. ആ ജോലി അതാണ്, ആ ഉത്തരവാദിത്തം അതാണ്. അതിന് പരാജയപ്പെട്ടാൽ പിന്നെ നമ്മൾ തൂങ്ങിക്കിടക്കാൻ പോകാം പാടില്ല. അപ്പൊ അല്ല, അത് യു ഡി എഫിന്റെ ചർച്ചകൾ തുടങ്ങും, വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങും യു ഡി എഫിന്റെ ചർച്ചകൾ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അതിനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം ഇന്നോ നാളെയോ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച് ആ നടപടിക്രമം പൂർത്തിയാക്കി കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. ബാക്കി ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് ഇപ്പൊ സീറ്റ് വിഭജനം നടത്തിയപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു വാർത്ത പോലും കിട്ടിയില്ല, ഒരു അപസ്വരം ഉണ്ടായില്ല. ചരിത്രത്തിൽ ആദ്യമായി 140 സീറ്റുകളുടെ വിഭജനം യു ഡി എഫ് നടത്തിയപ്പോൾ ഒരു അപസ്വരം പോലും ഉണ്ടായില്ല. ഞങ്ങൾക്ക് 3 സീറ്റ് കൂടുതൽ തന്നു ഘടകകക്ഷികൾ, കോൺഗ്രസിന് 3 സീറ്റുകൾ കൂടുതൽ തന്നു ഘടകകക്ഷികൾ, അല്ലേ? തന്നിട്ട് ഒരു അപസ്വരം പോലും ഇല്ലാതെ ചെയ്തു. എല്ലാവരും വർക്ക് ചെയ്തു. ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികളിലേക്ക് ചില ഘടകകക്ഷികൾ അങ്ങ് ഏറ്റെടുത്തു. ഞങ്ങളുടെ പ്രവർത്തകരെക്കാൾ കൂടുതൽ ആവേശത്തിൽ അവർ വർക്ക് ചെയ്തു പല സ്ഥലത്തും. ഘടകകക്ഷികൾ മത്സരിച്ച സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവരെ ചുമലിലേറ്റിതേയിരിക്കുന്നു. അല്ല, അതിലേക്കൊന്നും ചർച്ചയൊന്നും അതിലേക്കൊന്നും ആയിട്ടില്ല. മാത്രമല്ല, അതൊന്നും ഒരു പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളല്ല. യു ഡി എഫ് വളരെ ഭംഗിയായി അക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഗംഭീരമായിട്ട് തീരുമാനിക്കും. ഇല്ല, ആ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ ചർച്ചയിലേക്ക് പോകരുതെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഹൈക്കമാൻഡ്, ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്, അതിന് ഹൈക്കമാൻഡിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് അവരത് പ്രഖ്യാപിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയണ്ടല്ലോ, അവര് പ്രഖ്യാപിക്കും. അതിലേക്കില്ല, വളരെ പെട്ടെന്നുണ്ടാവും. അങ്ങനെ വൈകിക്കാൻ പറ്റില്ലല്ലോ ഈ തീരുമാനം. അപ്പോൾ സ്വാഭാവികമായി വളരെ പെട്ടെന്ന് സർക്കാർ രൂപീകരണം നടന്നു കഴിഞ്ഞാൽ വളരെ ക്യാബിനറ്റ് ആ തീരുമാനം ഉണ്ടാവുന്ന അങ്ങനെ തന്നെ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ആ സാമ്പത്തിക ബാധ്യത ഇപ്പൊ തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് കേരളം ഉള്ളതെന്ന് ഏറ്റവും കൂടുതൽ നിയമസഭയിൽ അപ്പോൾ അങ്ങനെ കിട്ടിയ സർക്കാർ ആ ബാധ്യത എങ്ങനെ നല്ല ചോദ്യമാണത്, നല്ല ചോദ്യമാണ്. അതിന് ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട് നേരത്തെ. പൂച്ച പെറ്റി കിടക്കുന്ന ഖജനാവാണ് ഞങ്ങളിലേക്ക് കൈമാറുന്നത് അവര്, ആണല്ലോ. ആ ഖജനാവിനെ ശക്തമായ സാമ്പത്തിക നടപടികളിലൂടെ, മികച്ച ഫിനാൻസ് മാനേജ്മെന്റിലൂടെ, ആസൂത്രണ മികവാർന്ന നികുതി ഭരണത്തിലൂടെ ഖജനാവിന്റെ ചോർച്ച അടച്ച് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് പൂച്ച പെറ്റിയടക്കുന്ന ഖജനാവ് ഞങ്ങൾ നിറയ്ക്കും. സംശയമൊന്നും വേണ്ട, റിസൾട്ട് ഉണ്ടാകും. അല്ലല്ല, അതൊക്കെ ഇതിന്റെ കൂടെ നടന്നു പോകും, റിസൾട്ട് ഉണ്ടാവും. അവര് അപ്പുറത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു കസേര ഉണ്ടാവുള്ളൂ, ആ കസേരയിൽ കോൺഗ്രസ് തീരുമാനിക്കുന്ന ആൾ വന്ന് അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞ 8 സീറ്റിൽ 7 സീറ്റാണ് കേരള കോൺഗ്രസ് ജയിച്ചത്. 4 സീറ്റിൽ 3 സീറ്റാണ് RSP ജയിച്ചത്. ബാക്കി എല്ലാവരും ജയിച്ചില്ലേ? കെ രമ ജയിച്ചു, മാണി സി കാപ്പൻ ജയിച്ചു, ഞങ്ങളുടെ UDFന്റെ അഭിമാനമായ ഞങ്ങളുടെ സെക്രട്ടറി ജയിച്ചു, CP ജോൺ, ഇല്ലേ? അവരെല്ലാം ജയിച്ചില്ലേ? DFന്റെ ചെറിയ പാർട്ടി വലിയ പാർട്ടിയൊന്നും ഇല്ലല്ലോ, എല്ലാവരും ജയിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ അണികൾ അസ്വസ്ഥരായിരുന്നു. ഞങ്ങൾക്കത് നന്നായിട്ട് അറിയാമായിരുന്നു, അവരെക്കാൾ നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അണികൾ മാത്രമല്ല, നേതാക്കൾ ഉൾപ്പെടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ. അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഓരോരുത്തർക്ക് പകരം വയ്ക്കാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല, വേറെ ആൾ വരും, അങ്ങനെയല്ലേ. ഇപ്പൊ ഞാൻ പോയാൽ വേറെ ആൾ വരില്ലേ? അതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നാച്ചുറൽ അല്ലേ. അത് തെറ്റായ പ്രചരണമാണല്ലോ അവരെ നടത്തിയ ഒരുപാട് കാര്യങ്ങൾ തെറ്റായ പ്രചരണമാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഇപ്പൊ തെറ്റായ പ്രചരണം UDFനെതിരായി നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കേരളത്തിലെ UDFനുണ്ട്, ടീം UDFനുണ്ട്. അതൊക്കെ ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങൾക്ക് കൃത്യമായ ആശയങ്ങളുണ്ട്,
പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. അത് സമയബന്ധിതമായി ഭംഗിയായി നടപ്പാക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാവും. കേരളത്തിൽ പെർഫോമൻസ് ഓഡിറ്റിംഗ് ഉണ്ടാവും. എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തത് എന്ന് അന്വേഷിക്കുന്ന ആളുണ്ടാവും. സംവിധാനം ഉണ്ടാവും. ഏറ്റവും മികച്ച ഗവേണൻസ്, ഗുഡ് ഗവേണൻസ്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും. ഞാൻ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ, വെറുതെ ഉപരിതല സ്പർശിയായ പ്രഖ്യാപനങ്ങളല്ല, അത് പഠിച്ച് തയ്യാറാക്കിയ ഡീറ്റെയിൽസാണ്. ഇടുക്കി ജില്ലയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത്, CPM പറഞ്ഞത് ചർച്ചയായി. ഞങ്ങളുടെ മാനിഫെസ്റ്റോയും CPMന്റെ മാനിഫെസ്റ്റോയും വെച്ചുകൊണ്ടാണ് നിരവധി സംഘടനകൾ പത്രസമ്മേളനം നടത്തിയത്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അത് അതിന്റെ നടപടിക്രമം ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതനുസരിച്ച് അവർ തീരുമാനം എടുക്കും. അവരുടെ മന്ത്രിമാരെ, കോൺഗ്രസിന്റെ മന്ത്രിമാരെ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. അല്ല, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജനങ്ങൾ ഞങ്ങളെയാണ് വിശ്വസിച്ചതെന്ന് പറയാം. ഞങ്ങൾ 1 ഡസൻ തെളിവുകൾ ആരാണ് നുണ പറഞ്ഞതെന്ന് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലോ. 1 ഡസൻ തെളിവുകൾ. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു കാലത്തും ബന്ധം ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഞാൻ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കിയല്ലോ, ബന്ധമുണ്ടെന്ന് പറഞ്ഞത് നേരത്തെ. RSSുമായി ഒരു കാലത്തും ബന്ധം ഉണ്ടായിരുന്നില്ല. ആരാ നുണ പറഞ്ഞത്? ബന്ധം ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ തെളിയിച്ചല്ലോ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ തന്നെ. 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങി, പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. ആരാ പ്രചരിപ്പിച്ചത്? അത് നുണയാണെന്ന് ഞങ്ങൾ തെളിയിച്ചല്ലോ. 1 ഡസൻ നുണകളാണ് അവരുടെ നുണകൾ ഞങ്ങൾ തെളിയിച്ചത്. ഞങ്ങൾ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ജനങ്ങളോട് പറഞ്ഞു. അപ്പൊ അതൊക്കെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടത്തിയ ശ്രമങ്ങളാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു സത്യത്തിൽ. എന്ത് തോന്നിയെന്ന് ചോദിച്ചോണ്ട് പറഞ്ഞത്. കാരണം എന്റെ PR മുഴുവൻ നടത്തിയത് AKG സെന്ററിൽ നിന്നാണ്. കാരണം എന്നോട് ഡൽഹിയിൽ ചെന്നപ്പോൾ ഒരു സീനിയർ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ സതീശിനെ കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങൾ കൊടുക്കുന്നില്ല, CPM കൊടുക്കുന്നതാണ്. എല്ലാത്തിലും എന്റെ വികൃതമായ പടങ്ങൾ ഞാൻ കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും അത്ര പിള്ളേര് കണ്ട പേടിച്ചു പോകുന്ന ആളൊന്നുമല്ലല്ലോ. എന്റെ കണ്ണൊക്കെ തള്ളിച്ച് എന്നെ വികൃത രൂപത്തിലാക്കി AI പ്രകാരം എത്രമാത്രം ചിത്രങ്ങളാണ് പ്രചരിപ്പിച്ചത്. അപ്പൊ അവരറിഞ്ഞില്ല. എനിക്ക് വേണ്ടിയിട്ടുള്ള, ഞാൻ അന്നേ പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടുള്ള PR ആണ്. ഞാൻ അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചാൽ എനിക്ക് മറുപടി പറഞ്ഞിരുന്നത് 5 മന്ത്രിമാരാ. അപ്പൊ അവര് കലക്കിയെന്ന് വിചാരിച്ചാൽ അവരിയ്ക്കുന്നത്. ഞാൻ അതിനേക്കാൾ സന്തോഷത്തിലാണ്. കാരണം ജനങ്ങൾ കാണുമല്ലോ ഇത്. ഒരാളെ ടാർഗറ്റ് ചെയ്ത് കംപ്ലീറ്റ് അവസാനത്തെ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലമായിട്ടല്ലേ കംപ്ലീറ്റ് എന്നെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുമ്പോ എനിക്ക് എന്ത് ഫീൽ ചെയ്തതാ ചോദിച്ചത്. ഞാനത് ആസ്വദിക്കുമായിരുന്നു. ഒരുപാട് വകുപ്പുകളിൽ ഉണ്ടാവും. ഒരുപാട് വകുപ്പുകളിൽ ഭരണ സംവിധാനത്തിൽ അഴിച്ചുപണികൾ ഉണ്ടാവും. അതാണ് UDF കൊടുത്തിരിക്കുന്ന വാക്കാണ്. കേരളത്തിനെ സെക്രട്ടേറിയറ്റിനെ ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യന്റ് സെക്രട്ടേറിയറ്റ് ആക്കുമെന്ന് ഞങ്ങളുടെ ഒരു വാക്കാണ്. ഗുഡ് ഗവേണൻസ് ആണ് ഞങ്ങളുടെ വാക്ക്, ജനങ്ങളോട് കൊടുത്തിരിക്കുന്ന വാക്ക്. ആ വാക്ക് UDF പാലിക്കും. അല്ല, അതൊക്കെ UDFന്റെ ചർച്ചകളിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളൊന്നും മറക്കില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നുപോകായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ പോരാട്ടം, നവകേരള യാത്രയ്ക്കിടയിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരക്രമമൊന്നും കാണിച്ചില്ല. അവർ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് അത് ഞങ്ങൾ മറക്കില്ല. മറക്കാൻ പറ്റില്ലല്ലോ. അതായത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നതാണ് അതിന്റെ അർത്ഥം. അത് ഞങ്ങൾ മറക്കില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതൊന്നും മറക്കില്ല, ഞങ്ങളൊന്നും മറക്കില്ല. അത് പോണം. അത് വളരെ സന്തോഷം നിങ്ങളോട് എല്ലാവരോടും, കേരളത്തിലെ മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും ഒക്കെ ഞാൻ
പ്രത്യേകമായ നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങളെ നന്നായി വിമർശിച്ചിട്ടുണ്ട്. നന്നായി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടും ചെയ്തിട്ടുണ്ട്. നന്നായി ദ്രോഹിച്ചവരുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ വിമർശനത്തിന് അതീതരല്ല. ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ വ്യക്തിപരമായി വിമർശിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിമർശനത്തിന് അതീതരല്ല. മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവുമല്ല. ഇനിയും നിങ്ങൾ വിമർശിക്കണം. ഒന്ന് അന്വേഷിക്കണം എന്താണെന്ന്, എന്നിട്ട് വേണം വിമർശിക്കാൻ.